കല്യാണം കഴിക്കാൻ വേണ്ടി വരനെ അന്വേഷിക്കുന്നു എന്ന വ്യാജ പരസ്യം കണ്ടുവന്ന 40 പുരുഷന്മാരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ പണത്തിന് വേണ്ടി കൊന്നുകളഞ്ഞ ഒരു സീരിയൽ കില്ലറായ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേര് ബെല്ലെ ഗുന്നസ്. 1859 നോർവേയിലായിരുന്നു ബെല്ലെ ഗുന്നസ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം 1900 തുടക്കത്തിൽ അമേരിക്കയിൽ ഒരു സാധാരണ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഒരു സാധാരണ സ്ത്രീയായിരുന്നു ബെല്ലെ ഗുന്നസ്. പക്ഷെ പുറമേ കാണുന്ന പോലെ പാവമായിരുന്നില്ല ബെല്ലയുടെ മനസ്സിനുള്ളിൽ. പണത്തിന് വേണ്ടി ആരെയും എത്ര ക്രൂരമായി കൊല്ലാനും താൻ തയ്യാറായിരുന്നു. പണമുണ്ടാക്കാനുള്ള തന്റെ അടങ്ങാത്ത ആഗ്രഹം കാരണം ബെല്ലെ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. എ ലോൺലി വുമൺ ലുക്കിംഗ് ഫോർ എ വെൽത്തി ഹസ്ബൻഡ്. ആരുമില്ലാത്ത ഒരു സ്ത്രീ സമ്പന്നനായ ഒരു വരനെ തേടുന്നു എന്നായിരുന്നു ആ പരസ്യം. ഈ പരസ്യം കണ്ടുകൊണ്ട് ഒരുപാട് പുരുഷന്മാർ ഉന്നത ജീവിതവും പണവും സ്വർണവും എല്ലാം കൊണ്ടും ബെല്ലയുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ വീട്ടിലേക്ക് ചെന്നവരാരും തിരിച്ചു പോയില്ല. കാരണം ബെല്ലയുടെ ലക്ഷ്യം സ്നേഹമായിരുന്നില്ല, പണം മാത്രമായിരുന്നു. പണത്തിനോടുള്ള അടങ്ങാത്ത ആർത്തി. ഇതിൽ 2 പുരുഷന്മാരെ ബെല്ലെ വിവാഹം കഴിച്ചിരുന്നു. ശേഷം അവരെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ലൈഫ് ഇൻഷുറൻസ് തുകയും സ്വന്തമാക്കുക. ഇതും ബെല്ലയുടെ പണം സ്വന്തമാക്കാനുള്ള ഒരു വഴിയായിരുന്നു. മൊത്തം 40-ലധികം പുരുഷന്മാരെ ആയിരുന്നു ബെല്ലെ പണത്തിനു വേണ്ടി ഒരു ദാക്ഷിണ്യവും കൂടാതെ ഈ വഴിയിലൂടെ കൊന്നുകളഞ്ഞിട്ടുണ്ടായിരുന്നത്. ശേഷം ആളുകളുടെ സംശയം മൂലം ബെല്ലയുടെ വീടിന് സമീപം കുഴിച്ചു നോക്കി. വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അവർക്ക് കിട്ടിയത് മനുഷ്യരുടെ അസ്ഥികളും പുരുഷന്മാരുടെ ശരീരാവശിഷ്ടങ്ങളുമായിരുന്നു. പക്ഷെ വീടിന് പുറത്ത് വളരെ സ്നേഹവും വളരെ പാവമായിട്ടുള്ള ഒരു പ്രകൃതമായിരുന്നു ബെല്ലേക്കുള്ളത്. പക്ഷെ വീടിനകത്ത് മരണത്തിന്റെയും ചൂടുമാറാത്ത ചോരയുടെയും ഗന്ധമായിരുന്നു. പക്ഷെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബെല്ലെ ഗുന്നസിന്റെ വീട് കത്തി നശിച്ചു. അതിനുള്ളിൽ ഒരു തലയില്ലാത്ത ഒരു സ്ത്രീയുടെ ശരീരം കണ്ടെത്തി. ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് അത് ബെല്ലെ ഗുന്നസിന്റെ ശരീരം തന്നെയാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ അതിലും ഒരു നിഗൂഢതയുണ്ട്. ശരീരത്തിന്റെ പ്രകൃതവും വലുപ്പവും ഒന്നും തന്നെ ബെല്ലെ ഗുന്നസിന്റെ ശരീരവുമായിട്ട് ഒരു പൊരുത്തവും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ആരാണെന്നുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്ത്രീയെ തലയറുത്ത് അവിടെ കൊന്നിട്ടു. ശേഷം വീട് കത്തിച്ചു. എന്നിട്ട് അതിവിദഗ്ധമായി ഗവൺമെന്റിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ബെല്ലെ ഗുന്നസ് രക്ഷപ്പെട്ടിട്ടുണ്ടാവണം. 40-ലധികം പുരുഷന്മാരെ കൊന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീയെ കൂടെ. ബെല്ലെ ഗുന്നസിന്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. മുഖത്തിനല്ല സൗന്ദര്യം വേണ്ടത്, മറിച്ച് മനസ്സിനാണ് സൗന്ദര്യം ആവശ്യം. ഇനിയും കൂടുതലാണ് ബെല്ലെ ഗുന്നസിന്റെ ഈ സീരിയൽ കില്ലർ ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.